പെരുമ്പാവൂർ അനാവസ്ഥയാണ് കാണുന്നത്. പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിലേക്ക് പോണ വഴിയാണ്. വൺ സൈഡ് മാത്രമാണ് വണ്ടി വിടണുള്ളൂ ഇവിടെ. അത് മാത്രമല്ല വണ്ടി തിങ്ങി പറത്താണ് പോകുന്നത്. ലെഫ്റ്റിനും റൈറ്റിലേക്കും പോകുന്നതിനുള്ള സംവിധാനങ്ങളില്ല. വൺ സൈഡ് ലെഫ്റ്റ് സൈഡ് അടച്ചിട്ടൊക്കെയാണ്, റോഡ് അടച്ചിട്ടൊക്കെയാണ് കാണുന്നത്. അതുപോലെ ഒരു ട്രാഫിക് സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. ആലുവ റോഡിലേക്കും പ്രൈവറ്റ് റോഡിലേക്കും വൺ സൈഡ് മാത്രമാണ് വണ്ടി പോകുന്നുള്ളൂ. അതുകൊണ്ട് ഭയങ്കരമായ ബ്ലോക്കാണ്. KSRTC റോഡിലേക്ക് റൈറ്റ് പോകണം. ലെഫ്റ്റ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് കാണിച്ചു തരാം. ലെഫ്റ്റ് വണ്ടി വന്നത് ആ റോഡിലേക്ക് തന്നെയാണ്, ഒരു റോഡിലേക്ക് തന്നെയാണ് വണ്ടി കയറണത്. അതുമാത്രമല്ല മണ്ണിട്ട് അടച്ചിട്ടേക്കാണ്, ഊടായ്പാണ്. ഇടയ്ക്ക് വണ്ടി ലെഫ്റ്റ് സൈഡ് വണ്ടി കയറാണ്ടിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. മണ്ണിട്ട് അടച്ചിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒന്നും വണ്ടി ഓടാനുള്ള വണ്ടി പോകുന്ന വഴിയൊക്കെ അടച്ചിട്ടേക്കാണ്. പണികളൊന്നും നടക്കുന്നില്ല, ദുരഗതിയിൽ പണികളൊന്നും നടക്കുന്നില്ല. വണ്ടി ഒന്നും പാസിംഗ് അല്ല, വൺ സൈഡ് മാത്രമേ വണ്ടി പോകുന്നുള്ളൂ. പാലക്കാട് താഴം പാലാണ്. അങ്ങടേക്ക് പണികളൊന്നും നടക്കുന്നില്ല. ഇതിലുമായിട്ടും ഒടുക്കത്തെ ബ്ലോക്കാണ്. വണ്ടി അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് പോകുന്നത്, പാലത്ത് കൂടി. ഇടിഞ്ഞ റോഡിൽ കൂടിയാണ് ഞാൻ പോകുന്നത്. ഇടിഞ്ഞ റോഡിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. കുറച്ചും കൂടി നീങ്ങിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇടിഞ്ഞ റോഡിൽ ഒരു പണികളോ പുനരാരംഭിച്ചിട്ടുള്ള ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. റോഡ് പണികളൊന്നും ആരംഭിച്ചില്ല. അന്യായ റോഡിൻ്റെ അനാവസ്ഥയാണ്. വൺ സൈഡ് ഇപ്പോൾ വണ്ടി കൊണ്ടുവന്ന് അവിടെ ഇടും, നടുക്കൊണ്ടുവന്ന് പാർക്കിങ്ങാണ് ഇവിടെ ചെയ്യണത്. അന്യായ ഊടായ്പാണ്. ഒരു പണികളും നടക്കില്ല. എത്ര മാസങ്ങളായി ഇതിങ്ങനെ കിടക്കണു. ഇതാർക്കും ഹൈവേ എന്നാണ്ട് ഇവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുമാത്രമല്ല പണി പുനരാരംഭിച്ചിട്ട് പോലുമില്ല. എല്ലാ ഫണ്ടും അനുവദിച്ചു എന്നാണ് പറയണത്, പക്ഷെ ഒന്നും അനുവദിച്ചിട്ടില്ല. വൺ സൈഡ് മാത്രമാണ് വണ്ടി പോകുന്നുള്ളൂ. ഇതുവരെ ആയിട്ടും ഒരു സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. വൺ സൈഡ് മാത്രമാണ് വണ്ടി പോകുന്നുള്ളൂ. ഒരു സൈഡ് അടച്ചിട്ടൊക്കെയാണ് പാലക്കാട് തരാം. അപ്പുറ സൈഡ് വണ്ടി പോകുന്നില്ല, ലെഫ്റ്റ് സൈഡ് വണ്ടി പോകുന്നില്ല, വൺ സൈഡ് മാത്രമാണ് വണ്ടി പോകുന്നത്. അന്യായ ട്രാഫിക് പ്രോബ്ലമാണ്. ഇതിന് വേണ്ടിയുള്ള ഒരു നടപടി ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല സർക്കാരിൻ്റെ കയ്യിൽ നിന്ന്. അത് വേഗം കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു.